വെടിനിർത്തൽ ലംഘനത്തിൽ ഇസ്രയേലിന് കടുത്ത താക്കീതുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ അത് വലിയ തെറ്റാകുമെന്നും സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രയേൽ ആ ബോംബുകൾ പ്രയോഗിക്കരുത്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് വലിയൊരു ലംഘനമാണ്. നിങ്ങളുടെ പൈലറ്റുമാരെ ഇപ്പോൾ തന്നെ തിരിച്ചുവിളിക്കണമെന്ന് ട്രംപ് കുറിച്ചു. അതേസമയം ഇസ്രയേൽ ഇറാനെ ആക്രമിക്കില്ലെന്നും മറ്റൊരു പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. എല്ലാ വിമാനങ്ങളും മടങ്ങും, ആർക്കും പരുക്കുണ്ടാവില്ല, വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി. ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്ന് ട്രംപാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയാണ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന് ഇറാന്റെ പേര് വെളിപ്പെടുത്താത്ത ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചിരുന്നു. വെടിനിർത്തൽ സന്നദ്ധത യുഎസ് ആണ് അറിയിച്ചതെന്നും വെടിനിർത്തലിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ സമ്മതം വാങ്ങിയ ട്രംപ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഇറാനുമായി സംസാരിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രയേൽ ആരോപിച്ചിരുന്നു. ആലപ്പുഴ പുറംകടലിൽ മുങ്ങിയ ASCL-3 കപ്പലിന്റെ ടാങ്കുകളിൽ നിന്നുള്ള എണ്ണ നീക്കം അനിശ്ചിതത്വത്തിൽ. തുടർ നടപടികൾക്കായി MSC കമ്പനി DG ഷിപ്പിംഗിനോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണ് കാരണമായി പറയുന്നത്. കടൽ പ്രക്ഷുബ്ധമായി തുടരുമ്പോൾ കപ്പലിന്റെ ടാങ്കിൽ പൈപ്പ് ഘടിപ്പിച്ച് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ ഊറ്റുന്ന നടപടി ഏറെ സങ്കീർണമാണെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ പൈപ്പിൽ ചോർച്ചയുണ്ടായാൽ എണ്ണ കടലിൽ പടരാനിടയാകും. ഈ സാഹചര്യത്തിൽ കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ സമയം വേണമെന്നാണ് കപ്പൽ കമ്പനിയുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് എണ്ണ നീക്കുന്ന നടപടികൾ ആരംഭിക്കണമെന്ന് DG ഷിപ്പിംഗ് MSC കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം എണ്ണ നീക്കത്തിന് ആദ്യം ചുമതലപ്പെടുത്തിയിരുന്ന T&T സാൽവേജ് കമ്പനിയെ ഒഴിവാക്കി പുതിയ കരാറുകാരെ കണ്ടെത്താൻ നടത്തിയ നീക്കങ്ങളും കാലതാമസത്തിനിടയാക്കിയതായി പറയപ്പെടുന്നു. ബ്രാൻഡ് മറൈൻ കൺസൾട്ടൻസും സ്മിത്ത് സാൽവേജുമാണ് നിലവിൽ എണ്ണ നീക്കത്തിന്റെ പദ്ധതി തയ്യാറാക്കുന്നത്. എണ്ണ നീക്കത്തിൽ കാലതാമസം വരുത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിയാണ് T&T കമ്പനിയെ ഒഴിവാക്കിയത്. കമ്പനി സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചാണ് ടാങ്കുകളിലെ ചോർച്ചയടച്ചത്. 51 മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പലിന് ചുറ്റും എണ്ണപ്പാട കാണപ്പെടുന്നുണ്ടെങ്കിലും അത് ടാങ്കുകളിൽ നിന്നുള്ള എണ്ണച്ചോർച്ച മൂലമല്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സാൽവേജ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സീമാക് യാനം കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് മടങ്ങി. കനറ മേഘ് എന്ന പുതിയ യാനം മുംബൈയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ മാസം 28-ന് കൊച്ചിയിലെത്തും. ഇപ്പോൾ നന്ദസാരഥി എന്ന യാനമാണ് അപകടസ്ഥലത്ത് നിരീക്ഷണം നടത്തുന്നത്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ചർച്ച ചെയ്യാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം തള്ളിയ കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിന് രാഹുൽ ഗാന്ധി മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. ജൂൺ 12-നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത്. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ കത്ത് ലഭിച്ചതായും അദ്ദേഹത്തിന്റെ ഇമെയിലിലേക്ക് കത്തയച്ചതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം, വോട്ടർ രജിസ്റ്റർ, പോളിംഗ് ശതമാനം എന്നിവയിൽ തിരിമറി നടത്തിയും കള്ളവോട്ടിലൂടെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു എന്നായിരുന്നു രാഹുലിന്റെ ആരോപണം. തിരഞ്ഞെടുപ്പ് സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം തെറ്റാണെന്നും രാഹുൽ ആരോപിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് ഇനി ബീഹാറിലും BJP പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും ആവർത്തിക്കുമെന്നും രാഹുൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇത്തരം മാച്ച് ഫിക്സഡ് തെരഞ്ഞെടുപ്പുകൾ ഏതൊരു ജനാധിപത്യത്തിനും അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. രാഹുലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ അത് തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരുന്നു. അഹമ്മദാബാദിൽ തകർന്നുവീണ എയർ ഇന്ത്യയുടെ ബോയിംഗ് 780-8 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയക്കില്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിൽ തന്നെയുണ്ട്. നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIB ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുകയാണ്. ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ച് പരിശോധന നടത്തിയേക്കുമെന്ന് നേരത്തെ അഭ്യൂഹമുണ്ടായിരുന്നു. അത്തരം വാർത്തകളെ തള്ളിയാണ് വ്യോമയാന മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്ക് ബ്ലാക്ക് ബോക്സ് അയച്ചേക്കുമെന്നായിരുന്നു വിവരം. ബ്ലാക്ക് ബോക്സ് US-ലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോക്കോളുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും അങ്ങോട്ടേക്ക് പോകുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപകടത്തെപ്പറ്റിയുള്ള നിർണായക വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് ലഭിക്കുന്നത്.
ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ, കോക്പിറ്റ് വോയ്സ് റെക്കോർഡർ എന്നീ ഭാഗങ്ങൾ അടങ്ങിയതാണ് ബ്ലാക്ക് ബോക്സ്. വിമാനത്തിന്റെ ഉയരം, വേഗത തുടങ്ങിയ കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ. എഞ്ചിൻ പെർഫോമൻസ്, വിമാനപാത തുടങ്ങിയ വിവരങ്ങളും ഇത് 30 ദിവസത്തേക്ക് രേഖപ്പെടുത്തിവെക്കും. പൈലറ്റുമാരുടെ സംഭാഷണങ്ങളും മറ്റു ശബ്ദങ്ങളുമൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് കോക്പിറ്റ് വോയ്സ് റെക്കോർഡർ. അവസാനത്തെ 2 മണിക്കൂറിലെ ശബ്ദങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തപ്പെടുക. നിലമ്പൂർ ഉപതിരഞ്ഞെടുക്കൽ RSS സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടും സംഘപരിവാർ ആഘോഷിച്ച് തകർക്കുകയാണെന്ന് LDF സ്ഥാനാർത്ഥിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ M. സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. UDFന്റെ വിജയം തങ്ങൾക്ക് കൂടി ആഘോഷിക്കാനുള്ളതാണെന്ന് സംഘപരിവാറും ഇസ്ലാമിക സംഘപരിവാരും ഒരുമിച്ച് തെളിയിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്തുവേണം? എല്ലാത്തരം വർഗീയ ഭീകരവാദികളും ഒരുമിച്ച് ആക്രമിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ആഹ്ലാദവും അഭിമാനവും വേറെയില്ല എന്ന് സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും. ജീവപര്യന്തത്തിനു പുറമെ 12 വർഷം തടവുകൂടി പ്രതി അനുഭവിക്കണം. യുവാവിന്റെ അമ്മയായ 2ാം പ്രതിക്ക് 1 വർഷം തടവും 1000 രൂപ പിഴയും ചുമത്തി. 1ാം പ്രതി ചേപ്പറമ്പ് പയറ്റുംചാൽ നെടിയങ്ങേൽ ചേമ്പലകുന്നേൽ CJ ജിബിനും ജിബിന്റെ അമ്മ മിനി ജോസ് എന്നിവരെയാണ് തളിപ്പറമ്പ് പോക്സോ കോടതി ശിക്ഷിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ ജിബിൻ കാറിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് സ്വന്തം വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ജിബിന്റെ അമ്മ മിനി ജോസ്, ജിബിന്റെ പിതാവിന്റെ അമ്മയായ 2ാം പ്രതി മേരി ദേവസ്യ, 4ാം പ്രതിയായ ജിബിന്റെ പിതാവ് CD ജോസ് എന്നിവർ ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിക്കുകയും തള്ളിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കേസ്. ഇതിൽ 3ഉം 4ഉം പ്രതികളെ കോടതി വെറുതെ വിട്ടു. പോക്സോ SC/ST വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊല്ലം കുളത്തുപുഴയിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടി 7 മാസം ഗർഭിണിയായ സംഭവത്തിൽ കടക്കൽ സ്വദേശിയായ 19-കാരൻ അറസ്റ്റിൽ. പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. രക്ഷിതാക്കൾ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചത്. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇപ്പോൾ മാതാവിന്റെ സംരക്ഷണത്തിലുള്ള പെൺകുട്ടിയെ വൈകാതെ ശിശുക്ഷേമ സമിതിയിലേക്ക് കൈമാറും. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ടെൽ അവീവിൽ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. വെടിനിർത്തൽ കരാറിന് ശേഷവും ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചതായി പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകി. ഇറാൻ മിസൈലുകളെ പ്രതിരോധിച്ചതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയാനും നിർദ്ദേശം നൽകി. എന്തെങ്കിലും ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല. അതേസമയം വടക്കൻ ഇസ്രയേലിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ അധികൃതർ അനുവാദം നൽകിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇറാനിൽ നടന്ന ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 33 പേർക്ക് പരുക്കുണ്ടായി. തീവ്രവാദ ആക്രമണമാണ് ഉണ്ടായതെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി. ഇസ്രയേലാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇറാനും ഇസ്രയേലും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത്. ഇസ്രയേലിലേക്ക് അവസാനവട്ടം മിസൈലുകളും അയച്ചതിനു പിന്നാലെയാണ് ഇറാൻ വെടിനിർത്തലിന് തയ്യാറായത്. ഈ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനുമായി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും അറിയിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ ആക്രമണം വീണ്ടുമുണ്ടായതോടെ തിരിച്ചടിക്കാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഉത്തരവിട്ടു. ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ 2 പേർ വിദേശത്തേക്കു കടന്നു. സുനീർ സക്രിയ എന്നിവർ വിദേശത്തേക്കു കടന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചത്. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. യുവതിയുടെ സുഹൃത്ത് റഹീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തത്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരുന്നു. VC മുബഷീർ, KA ഫൈസൽ, VK റഫ്നാസ് എന്നിവരാണ് റിമാൻഡിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പറമ്പായിച്ചേരി കമ്പനിക്ക് സമീപം റസീന മൻസിലിൽ റസീനയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്തിനെ കണ്ടതിനെ തുടർന്നുണ്ടായ ആൾക്കൂട്ട വിചാരണയിൽ മനം നൊന്താണ് ജീവനൊടുക്കുന്നതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ സൂചനയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിനു പിന്നാലെ ഒളിവിലായിരുന്ന ആൺസുഹൃത്ത് റഹീസ് പോലീസിനെ സമീപിക്കുകയും മറ്റു 2 പേർക്കെതിരെ കൂടി പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കെ സംഘം ചേർന്നെത്തിയവർ റഹീസിനെ പിടിച്ചിറക്കി മർദ്ദിച്ചെന്നാണ് FIR. ഫോട്ടോ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി 3 മൊബൈൽ ഫോണുകളും ബലം പ്രയോഗിച്ച് പിടിച്ചുവാങ്ങിയെന്നും FIRൽ പറയുന്നു. അതേസമയം റഹീസിനെതിരെ റസീനയുടെ ഉമ്മ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. റസീനയുടെ പണവും സ്വർണവും കൈക്കലാക്കി റഹീസ് ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് ഉമ്മ നൽകിയ പരാതിയിൽ പറയുന്നത്. വെടിനിർത്തൽ ലംഘനത്തിൽ ഇസ്രായേലിന് കടുത്ത താക്കീതുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇറാനു നേരെ ആക്രമണം നടത്തിയാൽ അത് വലിയ തെറ്റാകുമെന്നും സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേൽ ആ ബോംബുകൾ പ്രയോഗിക്കരുത്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് വലിയൊരു ലംഘനമാണ്.
നിങ്ങളുടെ പൈലറ്റുമാരെ ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കണം എന്ന് ട്രംപ് കുറിച്ചു. അതേസമയം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കില്ലെന്നും മറ്റൊരു പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. എല്ലാ വിമാനങ്ങളും മടങ്ങും, ആർക്കും പരുക്കുണ്ടാവില്ല, വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട്, ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി, മറ്റൊരു പോസ്റ്റിൽ ട്രംപ് കുറിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്ന് ട്രംപാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയാണ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന് ഇറാന്റെ പേരു വെളിപ്പെടുത്താത്ത ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചിരുന്നു. വെടിനിർത്തൽ സന്നദ്ധത US ആണ് അറിയിച്ചതെന്നും വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ സമ്മതം വാങ്ങിയ ട്രംപ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഇറാനുമായി സംസാരിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ആലപ്പുഴ പുറംകടലിൽ മുങ്ങിയ ASCL-3 കപ്പലിന്റെ ടാങ്കുകളിൽ നിന്നുള്ള എണ്ണ നീക്കം അനിശ്ചിതത്വത്തിൽ. തുടർ നടപടികൾക്കായി MSC കമ്പനി DG ഷിപ്പിംഗിനോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണ് കാരണമായി പറയുന്നത്. കടൽ പ്രക്ഷുബ്ധമായി തുടരുമ്പോൾ ടാങ്കിൽ പൈപ്പ് ഘടിപ്പിച്ച് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ ഊറ്റുന്ന നടപടി ഏറെ സങ്കീർണമാണെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ പൈപ്പിൽ ചോർച്ചയുണ്ടായാൽ എണ്ണ കടലിൽ പടരാൻ ഇടയാകും. ഈ സാഹചര്യത്തിൽ കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ സമയം വേണമെന്നാണ് കപ്പൽ കമ്പനിയുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് എണ്ണ നീക്കുന്ന നടപടികൾ ആരംഭിക്കണമെന്ന് DG ഷിപ്പിംഗ് MSC കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം എണ്ണ നീക്കത്തിന് ആദ്യം ചുമതലപ്പെടുത്തിയിരുന്ന TNT സാൽവേജ് കമ്പനിയെ ഒഴിവാക്കി പുതിയ കരാറുകാരെ കണ്ടെത്താൻ നടത്തിയ നീക്കങ്ങളും കാലതാമസത്തിനിടയാക്കിയതായി പറയപ്പെടുന്നു. ബ്രാൻഡ് മറൈൻ കൺസൾട്ടൻസും സ്മിത്ത് സാൽവേജുമാണ് നിലവിൽ എണ്ണ നീക്കത്തിന്റെ പദ്ധതി തയ്യാറാക്കുന്നത്. എണ്ണ നീക്കത്തിൽ കാലതാമസം വരുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് TNT കമ്പനിയെ ഒഴിവാക്കിയത്. കമ്പനി സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചാണ് ടാങ്കുകളിലെ ചോർച്ചയടച്ചത്. 51 മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പലിനു ചുറ്റും എണ്ണപ്പാട കാണപ്പെടുമെങ്കിലും അത് ടാങ്കുകളിൽ നിന്നുള്ള എണ്ണച്ചോർച്ച മൂലമല്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സാൽവേജ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സീമാക് യാനം കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് മടങ്ങി. കണറ മേഘ് എന്ന പുതിയ യാനം മുംബൈയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ മാസം 28-ന് കൊച്ചിയിലെത്തും. ഇപ്പോൾ നന്ദസാരഥി എന്ന യാനമാണ് അപകടസ്ഥലത്ത് നിരീക്ഷണം നടത്തുന്നത്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ചർച്ച ചെയ്യാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്ന രാഹുലിന്റെ ആക്ഷേപം തള്ളിയ കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിന് രാഹുൽ ഗാന്ധി മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. ജൂൺ 12-നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത്. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ കത്ത് ലഭിച്ചതായും അദ്ദേഹത്തിന്റെ ഇമെയിലിലേക്ക് കത്തയച്ചിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ എതിരെ വിവിധ മാധ്യമങ്ങളിൽ ലേഖനമെഴുതിയ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗ് നടന്നുവെന്ന ആക്ഷേപം സമൂഹമാധ്യമങ്ങളിലൂടെയും ഉയർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം, വോട്ടർ രജിസ്റ്റർ, പോളിംഗ് ശതമാനം എന്നിവയിൽ തിരിമറി നടത്തിയും കള്ളവോട്ടിലൂടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുവെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം. തിരഞ്ഞെടുപ്പ് സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനവും തെറ്റാണെന്നും രാഹുൽ ആരോപിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ സംഭവിച്ചതിനി ബീഹാറിലും BJP പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും ആവർത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇത്തരം മാച്ച് ഫിക്സഡ് തിരഞ്ഞെടുപ്പുകൾ ഏതൊരു ജനാധിപത്യത്തിനും അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. രാഹുലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ അത് തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരുന്നു. അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യയുടെ ബോയിംഗ് 780 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയക്കില്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു. ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിൽ തന്നെയുണ്ട്. നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AIAB ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുകയാണെന്നും രാം മോഹൻ നായിഡു പറഞ്ഞു. ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചു പരിശോധന നടത്തിയേക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. അത്തരം വാർത്തകളെ തള്ളിയാണ് വ്യോമയാന മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്ക് ബ്ലാക്ക് ബോക്സ് അയച്ചേക്കുമെന്നായിരുന്നു വിവരം. ബ്ലാക്ക് ബോക്സ് US-ലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോക്കോളുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും അങ്ങോട്ടു പോകുമെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപകടത്തെപ്പറ്റിയുള്ള നിർണായക വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് ലഭിക്കുന്നത്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നിങ്ങനെ 2 ഭാഗങ്ങളടങ്ങിയതാണ് ബ്ലാക്ക് ബോക്സ്. വിമാനത്തിന്റെ ഉയരം, വേഗം തുടങ്ങിയ കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. എഞ്ചിൻ പെർഫോമൻസ്, വിമാനപാത തുടങ്ങിയ വിവരങ്ങളും ഇത് 30 ദിവസത്തേക്ക് രേഖപ്പെടുത്തിവെക്കും. പൈലറ്റുമാരുടെ സംഭാഷണങ്ങളും മറ്റു ശബ്ദങ്ങളുമൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ. അവസാന 2 മണിക്കൂറിലെ ശബ്ദങ്ങളാണിതിൽ രേഖപ്പെടുത്തപ്പെടുക.
നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ RSS സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടും RSS ആഘോഷിക്കുകയാണെന്ന് LDF സ്ഥാനാർത്ഥിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ M. സുരാജ്. ഇക്കാര്യത്തിൽ സംഘപരിവാറിനൊപ്പം ജമായത്തെ ഇസ്ലാമിയുമുണ്ടെന്ന് സുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. UDFന്റെ വിജയം തങ്ങൾക്കുകൂടി ആഘോഷിക്കാനുള്ളതാണെന്ന് സംഘപരിവാറും ഇസ്ലാമിക സംഘപരിവാറും ഒരുമിച്ച് തെളിയിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്തുവേണം? ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാറും കൈകോർത്ത് നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ, സകല നിരത്തിലുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിൽ കഴിഞ്ഞ ആഹ്ലാദവും അഭിമാനവും വേറെയില്ലെന്നും സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. പരാജയത്തിനിടയിലും ചില ആഹ്ലാദങ്ങൾ. LDFന്റെ പരാജയത്തിനു ശേഷം ശ്രദ്ധയിൽപ്പെട്ട പ്രതികരണങ്ങളിൽ ചിലത് ഏറെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. LDFന്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാറാണ്. വർഗീയ വിഷവിതരണക്കാരി മുതൽ RSSന്റെ കൂലിപ്പണി നിരീക്ഷകർ വരെ സകല വർഗീയവാദികളും ഇക്കൂട്ടത്തിലുണ്ട്. RSSന്റെ സ്വന്തം സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശു നഷ്ടപ്പെട്ടിട്ടും സംഘപരിവാർ ആഘോഷിച്ചു തകർക്കുകയാണ്. ഇക്കാര്യത്തിൽ സംഘപരിവാറിനൊപ്പം ജമായത്തെ ഇസ്ലാമിയുമുണ്ട്. സംഘപരിവാർ നിലവാരത്തിൽ ആക്ഷേപവും പരിഹാസവും നുണയും ചേർത്ത് LDF പരാജയം അവരും ആഘോഷിക്കുന്നു. ജമായത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് LDF പരാജയം അല്ലെങ്കിൽ UDF വിജയം തങ്ങൾക്ക് കൂടി ആഘോഷിക്കാനുള്ളതാണെന്ന് സംഘപരിവാറും ഇസ്ലാമിക സംഘപരിവാറും ഒരുമിച്ച് തെളിയിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്തുവേണം? ഒരേ സമയം ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാറും കൈകോർത്ത് നിന്ന് ആക്രമിക്കുന്നുവെങ്കിൽ, സകല നിരത്തിലുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നുവെങ്കിൽ അതിൽ കഴിഞ്ഞ ആഹ്ലാദവും അഭിമാനവും വേറെയില്ലെന്നും സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും. ജീവപര്യന്തത്തിനു പുറമെ 12 വർഷം തടവു കൂടി പ്രതി അനുഭവിക്കണം. യുവാവിന്റെ അമ്മയായ 2ാം പ്രതിക്ക് 1 വർഷം തടവും 1000 രൂപ പിഴയും ചുമത്തി. 1ാം പ്രതി ചേപ്പറമ്പ് പയറ്റുംചാൽ ചേമ്പൽ കുന്നിൽ CJ ജിബിനും ജിബിന്റെ അമ്മ മിനി ജോസും എന്നിവരെ തളിപ്പറമ്പ് പോക്സോ കോടതി ശിക്ഷിച്ചു. 2022 കേസിനാസ്പദമായ സംഭവം. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ ജിബിൻ കാറിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് സ്വന്തം വീട്ടിലെത്തിച്ചു പീഡിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ജിബിന്റെ അമ്മ മിനി ജോസ്, ജിബിന്റെ പിതാവിന്റെ അമ്മയായ 2ാം പ്രതി മേരി ദേവസ്യ, 4ാം പ്രതിയായ ജിബിന്റെ പിതാവ് CD ജോസ് എന്നിവർ ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിക്കുകയും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് കേസ്. ഇതിൽ 3-4 പ്രതികളെ കോടതി വെറുതെ വിട്ടു. പോക്സോ SC/ST വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊല്ലം കുളത്തുപുഴയിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടി 7 മാസം ഗർഭിണിയായ സംഭവത്തിൽ കടക്കിൽ വൈസിയായ 19കാരൻ അറസ്റ്റിൽ. പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. രക്ഷിതാക്കൾ പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചത്. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇപ്പോൾ മാതാവിന്റെ സംരക്ഷണത്തിലുള്ള പെൺകുട്ടിയെ വൈകാതെ ശിശുക്ഷേമ സമിതിയിലേക്ക് കൈമാറും. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ടെൽ അവീവ് ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. വെടിനിർത്തൽ കരാറിന് ശേഷവും ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചതായി പറഞ്ഞ പ്രതിരോധ മന്ത്രി തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകി. ഇറാൻ മിസൈലുകളെ പ്രതിരോധിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയാനും നിർദ്ദേശം നൽകി. എന്തെങ്കിലും ആളപായമുള്ളതായി റിപ്പോർട്ടില്ല. അതേസമയം വടക്കൻ ഇസ്രായേലിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ അധികൃതർ അനുവാദം നൽകിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇറാനിൽ നടന്ന ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 33 പേർക്ക് പരുത്തേറ്റു. തീവ്രവാദ ആക്രമണമാണ് ഉണ്ടായതെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി. ഇസ്രായേലാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇറാനും ഇസ്രായേലും വെടിനിർത്തൽ അംഗീകരിച്ചത്. ഇസ്രായേലിലേക്ക് അവസാനവട്ടം മിസൈലുകളും അയച്ചതിനു പിന്നാലെയാണ് ഇറാൻ വെടിനിർത്തലിന് തയ്യാറായത്. ഈ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനുമായി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും അറിയിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ ആക്രമണം വീണ്ടുമുണ്ടായതോടെ തിരിച്ചടിക്കാൻ പ്രതിരോധ മന്ത്രി ഉത്തരവിടുകയായിരുന്നു. യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ 2 പേർ വിദേശത്തേക്ക് കടന്നു. സുനീറും സെക്കരിയായും വിദേശത്തേക്ക് കടന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചത്. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. യുവതിയുടെ സുഹൃത്ത് റഹീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തത്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. VC മുബാഷിർ, KA ഫൈസൽ, VK റിഫ്നാസ് എന്നിവരാണ് റിമാൻഡിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പറമ്പായി ചേരി കമ്പനിക്ക് സമീപം റസീന മൻസിലിൽ റസീനയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്തിനൊപ്പം കണ്ടതിനെ തുടർന്ന് പ്രസ്താവിച്ച പേര് പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണുകളും ബലം പ്രയോഗിച്ച് പിടിച്ചുവാങ്ങിയെന്നും FIRൽ പറയുന്നു. അതേസമയം റഹീസിനെതിരെ റസീനയുടെ ഉമ്മ ഫാത്തിമ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. റസീനയുടെ പണവും സ്വർണവും കൈക്കലാക്കി റഹീസ് ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നാണ് ഉമ്മ നൽകിയ പരാതിയിൽ പറയുന്നത്.